White Fang by Jack London. അടുത്ത സ്ലെഡ്ജ് യാത്രകളിൽ പിന്നെ വൈറ്റ് ഫാങ് ആയിരുന്നു ലീഡ് ഡോഗ്. അവൻ മുമ്പ് ലിപ്പിൻ്റെ ലീഡിൽ സ്ലെഡ്ജ് ഡോഗായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന് കൃത്യമായിട്ടറിയാം. അതായത് ലീഡ് ഡോഗിനെ മറ്റ് ഡോഗുകൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ അതേ സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ് വൈറ്റ് ഫാങ്. പക്ഷേ ലിപ്പും വൈറ്റ് ഫാങ്ങും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, ലിപ്പിന് മറ്റ് ഡോഗുകളുടെ കൂട്ട് വേണം, വൈറ്റ് ഫാങ്ങിന് ഒരിക്കലും അത് ആവശ്യമില്ല. അവനെന്നും ഒറ്റയാനായിരുന്നു. അതുകൊണ്ട് മറ്റ് ഡോഗുകൾ അവനെ വെറുക്കുന്നു എന്നുള്ളത് അവനൊരു വിഷയമേ അല്ല. മാത്രമല്ല മറ്റ് ഡോഗുകളൊന്നും അവൻ്റെ അടുത്ത് കഴിയുന്നതും പോകാറില്ല. കാരണം അവൻ്റെ ആക്രമണം വളരെ ക്യുക്കാണ്. ബാക്കിയുള്ളവർ മുരണ്ടും കുറച്ചുമൊക്കെ നിൽക്കുന്ന സമയത്ത് അവൻ ചാടി വീണിരിക്കും. ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൻ തൊണ്ടയിലെ രക്തക്കൊഴലിലേക്ക് അടിച്ച് മുറിക്കും. ആ ഒരു കാര്യത്തിൽ വൈറ്റ് ഫാങ്ങിനെ തോൽപ്പിക്കാൻ അവിടെ ആരുമില്ല. ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഈ ലീഡ് ഡോഗായിട്ട് അവൻ സ്ലെഡ്ജിൽ പോകുന്ന സമയത്ത് എല്ലാവരുടെയും ശത്രുവായി മാറുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ മുൻപിൽ ഓടിപ്പോകുന്ന ഒരു ഡോഗാണ് പിന്നെ വൈറ്റ് ഫാങ്. രാത്രിയാകുമ്പോൾ അവർക്ക് ആ ഓർമ്മ തന്നെയാണ്, അവരെ പേടിച്ചോടുന്ന വൈറ്റ് ഫാങ്. അവർ വൈറ്റ് ഫാങ്ങിനെ ആക്രമിക്കും. പെട്ടെന്ന് പഴയതെല്ലാം ഓർമ്മ വരും. വൈറ്റ് ഫാങ്ങിൻ്റെ നിന്ന് കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. വൈറ്റ് ഫാങ് ഒരിക്കലും ഈ പഴയ കാര്യങ്ങൾ മറക്കാറില്ല. കാരണം അവന് ബാക്കിയുള്ള ഒരു കാര്യമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവൻ്റെ മനസ്സിൽ. ബാക്കിയുള്ള ഡോഗ്സിനെ പോലെ കളിക്കുക, ചാടി മറിയുക, അത്തരം പരിപാടികളൊന്നും വൈറ്റ് ഫാങ്ങിനില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. അവൻ്റെ അത്രയും ഡിസിപ്ലിൻ അവിടെ ബാക്കി ഡോഗുകൾക്കില്ല. ഗ്രേ ബീവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതുപോലെ ഒരു ഡോഗ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് പറയും. മാത്രമല്ല ഇവർ പോകുന്ന വഴിക്കെല്ലാം പലപ്പോഴും പല ഡോഗ്സും വൈറ്റ് ഫാങ്ങിനെ ആക്രമിക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ കണ്ണിൽ ഇവൻ ഒരു ചെന്നായയാണ്, നാട്ടുനായയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവി. പക്ഷേ ഒരൊറ്റ നിമിഷം മതി വൈറ്റ് ഫാങ് ആ നായ്ക്കളുടെ കഥ തീർക്കും. പലരും പകരം ചോദിക്കാനൊക്കെ വരും ഈ നായ്ക്കളുടെ ഉടമസ്ഥർ. ഗ്രേ ബീവർ പറയും, അവനായിട്ട് ആരെയും അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല, അവൻ സ്വയരക്ഷയ്ക്ക് ആക്രമിച്ചു, അത്രയേ ഉള്ളൂ. വൈറ്റ് ഫാങ്ങിന് 5 വയസ്സുള്ളപ്പോൾ ഗ്രേ ബീവറുടെ അടുത്ത യാത്ര നടന്നു. ആ സമയത്ത് ഗ്രേ ബീവർ മെക്കൻസി ക്രോസ് ചെയ്ത് ഫോർട്ട് യൂക്കോൺ എന്ന ടൗണിലെത്തി. ആ സമയത്ത് കാനഡയിലെ ക്ലോണ്ടൈക്ക് ഗോൾഡ് റഷ് എന്ന സ്വർണം അന്വേഷിച്ചുള്ള മനുഷ്യരുടെ പ്രവാഹമാണ്. ഒരുപാട് ആൾക്കാർ സ്വർണം തേടി വരുന്നു. അവിടെ വന്ന് കപ്പലിറങ്ങുന്നു. അതൊരു ചെറിയ പോർട്ടാണ്. അവിടെ വന്ന് കപ്പലിറങ്ങുന്നു. അത് കഴിഞ്ഞ് അവർ ക്ലോണ്ടൈക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ആ സമയത്ത് അവർക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും വിൽക്കുന്ന ഒരു ജോലി അവിടെ ഗ്രേ ബീവർ ഏറ്റെടുത്തു. ധാരാളം ലാഭം കിട്ടി. അതോടെ അദ്ദേഹം യാത്രകളൊക്കെ തൽക്കാലം നിർത്തി. ഈ യൂക്കോൺ ഫോർട്ടിൽ വെച്ച് തന്നെയാണ് വൈറ്റ് ഫാങ് ആദ്യമായിട്ട് ഒരു വെള്ളക്കാരനെ കാണുന്നത്. അതുവരെ അവൻ കണ്ടിട്ടുള്ളത് ഈ റെഡ് ഇന്ത്യൻ ഗോത്രവർഗ്ഗക്കാരെ മാത്രമാണ്. വൈറ്റ് ഫാങ്ങിൻ്റെ മനസ്സിൽ തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യ ദൈവം, സർവശക്തൻ എന്ന് വൈറ്റ് ഫാങ്ങിൻ്റെ മനസ്സിൽ തോന്നുകയാണ് വെള്ളക്കാരെ കാണുമ്പോൾ. അതുവരെ അവൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തൻ എന്നവൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഗ്രേ ബീവറാണ്. അതിനേക്കാൾ വലിയൊരു സൂപ്പർ പവർ. കാരണം ഗ്രേ ബീവറൊക്കെ അത്ര ആൾക്കാരോട് വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നതൊക്കെ വൈറ്റ് ഫാങ് കാണുന്നുണ്ട്. അപ്പോൾ ഗ്രേ ബീവറേക്കാൾ ശക്തനായ ദൈവങ്ങൾ. പക്ഷേ ദൈവങ്ങളൊക്കെ ശക്തരാണെങ്കിലും അവരുടെ കൂടെ വരുന്ന നായകളൊന്നും തീരെ ശക്തരല്ല എന്ന് വൈറ്റ് ഫാങ്ങിന് വളരെ പെട്ടെന്ന് മനസ്സിലായി. പലതും പല വ്യത്യസ്ത ഷേപ്പുകളിൽ, ചിലത് നല്ല പൊക്കം കൂടി ഉള്ള രൂപം, ചിലത് തീരെ കുള്ളന്മാർ. ഏത് നായാണെങ്കിലും ശരി വൈറ്റ് ഫാങ്ങിനെ കാണുമ്പോൾ അറ്റാക്ക് ചെയ്യണം എന്നൊരു ടെൻഡൻസി അവർക്ക് വരും. കാരണം അവരുടെ കണ്ണിൽ അവൻ വുൾഫാണ്. പക്ഷേ ആ അറ്റാക്ക് അധികം നേരം നീണ്ടു വയ്ക്കില്ല. വൈറ്റ് ഫാങ് ഒരു ചാട്ടത്തിന് അവരുടെ തൊണ്ടയിലെ രക്തക്കൊഴൽ കടിച്ചു മുറിക്കും. അടുത്ത നിമിഷം അവൻ ചാടി മാറുകയും ചെയ്യും. ഈ സമയത്ത് അവിടെ വേറൊരു കാര്യം സംഭവിക്കുന്നത്, വൈറ്റ് ഫാങ്ങിൻ്റെ കൂടെയുള്ള സ്ലെഡ്ജ് ഡോഗ്സിനൊന്നും ആ സമയത്ത് ഒരു ജോലിയില്ല. വൈറ്റ് ഫാങ് ആക്രമിച്ചിട്ട് ഈ വെള്ളക്കാരുടെ ഡോഗ്സിനെയൊക്കെ അവർ പിന്നെ സംഘം ചേർന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു 3/4 ജീവനും പോയിട്ട് കിടക്കുകയാണ്. ഇതാണ് ബാക്കിയുള്ളവർ കാണുക. വൈറ്റ് ഫാങ് ആണെങ്കിൽ ആ ഗ്യാങ്ങിലില്ല, അവനപ്പോഴേക്കും ദൂരെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ ഡോഗ്സിൻ്റെ ഓണേഴ്സിൻ്റെ അറ്റാക്ക് മുഴുവൻ ഈ ബാക്കിയുള്ള ഡോഗ്സിലായിരിക്കും. എത്ര കിട്ടിയാലും പഠിക്കുകയില്ല. അടുത്ത തവണ വൈറ്റ് ഫാങ് ഒരെണ്ണത്തിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുമ്പോഴേക്കും ഓടിയെത്തും, നാട്ടുകാരുടെ അടി വാങ്ങിക്കും. ആ സമയത്താണ് വൈറ്റ് ഫാങ് മനുഷ്യരുടെ മറ്റൊരു സൂപ്പർ പവർ കാണുന്നത്. അതുവരെ അവൻ കണ്ടിട്ടുള്ള ആയുധങ്ങളെന്ന് പറയുന്നത് ചാട്ട, വടി, കല്ല് തുടങ്ങിയ സാധനങ്ങൾ. വ്യത്യസ്തമായ ഒരു ആയുധവുമായി ഒരു വെളുത്ത ദൈവം. ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് ഫാങ് ഒരു സൗത്ത് ലാൻഡ് ഡോഗിനെ കടിച്ചു. എന്നിട്ട് അവൻ ചാടി മാറി. അവൻ്റെ ടീമിലെ സ്ലെഡ്ജ് ഡോഗ്സ് ഒരു 6 എണ്ണം ആ വീണ് കിടക്കുന്ന നായയുടെ ചുറ്റും നിന്ന് അതിനെ കടിക്കുകയാണ്.
പെട്ടെന്നാണ് ആ വൈറ്റ് കോഡ് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് എടുക്കുന്നത് വൈറ്റ് ഫാങ് ശ്രദ്ധിക്കുന്നത്. അതൊരു പിസ്റ്റളായിരുന്നു. അങ്ങനൊരു സാധനമൊന്നും അവൻ കണ്ടിട്ടില്ല. കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണം ചിപ്പിക്കുന്ന ഒരു വെളിച്ചവും അത് 6 തവണ അവിടെ കേട്ടു. അവൻ നോക്കുമ്പോൾ അവൻ്റെ 6 ടീംമേറ്റ്സും അവിടെ നിലത്ത് വീണ് പിടയുകയാണ്. അപ്പോൾ സർവശക്തൻ്റെ കയ്യിൽ സർവശക്തമായ ഒരു ആയുധവും കൂടിയുണ്ട് എന്ന് വൈറ്റ് ഫാങ് അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അവൻ്റെ ഭാവി ജീവിതത്തിൽ പലപ്പോഴും അവന് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു പുതിയ പാഠം.